അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ പോയാലും എവിടെ നോക്കിയാൽ മതി? ഉണ്ടില്ല. എവിടെ നോക്കിയാൽ മതി? മുഖം നോക്കിയാൽ മതി. മുഖവും മങ്ങയും നോക്കിയാൽ മതി. ഇല്ല, ഇത് രണ്ടിൽ നിന്നും തിരിച്ചറിയാൻ കഴിയും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇമാമിനെ തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് നെറ്റിത്തടം, മറ്റൊന്ന് മൂക്ക്, മറ്റതോ അലാമത്തതോ കസ്സുൽഹിയ, തിങ്ങിയ താടിയുള്ള ആളാണ്. അഫ്റഖുസ്സനായ, തിളങ്ങുന്ന വിടവുകളുള്ള പല്ലുകളുള്ള ആളാണ്. പല്ലുകൾക്കിടയിൽ വിടവുണ്ട്. കണ്ടങ്ങൾ റസൂൽ അങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്താണ്. പുണ്യ നബി കണ്ട പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്റഖുസ്സനായ, തിളങ്ങുന്ന വിടവുകളുള്ള പല്ലുള്ള ആളാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ്, മുഖത്തേക്ക് നോക്കിയാൽ കൽ കൗകബി ദുർരിയെ, മിന്നി തങ്ങുന്ന നക്ഷത്രം പോലെ ഉണ്ടാകും. വല്ലാത്ത സൗന്ദര്യമുള്ള മുഖമാണ് ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് പ്രധാനമായി അടയാളം പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത് റസൂലുള്ളാഹി പറഞ്ഞു, മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമയാണെന്ന് റസൂലുള്ളാഹി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഫാത്താകുന്നവരെ 63-ാമത്തെ വയസ്സായപ്പോഴും വയറ് ചാടിയിട്ടില്ല എന്നാണ്. വയറും നെഞ്ചും ഒക്കെ ഒരേ ലെവലിൽ, അതായത് വയറ് ഒട്ടിയ ആളായിരുന്നു പുണ്യനബി. വയറ് ഒട്ടിയ ആളായിരുന്നു. വയറ് വലുതാവുക, കുമ്പയുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ഖിയാമത്തിന്റെ അലാമത്തിൽ റസൂലുള്ളാഹി എണ്ണിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം സുഖവും സൗകര്യവും കൂടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമർ റഹീമീനായ റബ്ബ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകട്ടെ. മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്. പുണ്യനബി പിന്നെ പറഞ്ഞു, വഅലാ ഖദ്ദിഹിൽ ഐമനി ഖാൽ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കവിളിന് മുകളിൽ ഒരു കറുത്ത പുള്ളിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ആളെ പഴിച്ചു പോകാതിരിക്കാൻ. മാത്രമല്ല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒത്ത വലിപ്പമുള്ള ശരീരമാണ്. ശരീരത്തിന്റെ കളറോ ചുവപ്പ് വർണ്ണത്തിന്റെ കളറുണ്ട്. ആ മഹാന്റെ ശരീരത്തിലെ തൊലിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറയാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ മഹാന്റെ സംസാരമാണ്. സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ സംസാരം ശരിക്ക് ക്ലിയറായി പുറത്തേക്ക് വരില്ല. സംസാരിക്കുന്ന സമയത്ത് വിക്ക് അനുഭവപ്പെട്ടാൽ ആ മഹാൻ തന്റെ വലത് കൈകൊണ്ട് തന്റെ ഇടത്തെ കാലിന്റെ തുടയിൽ വലത്തെ കൈകൊണ്ട് അടിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെട്ടാൽ, പ്രയാസം അനുഭവപ്പെടുമ്പോൾ വലത്തെ കൈകൊണ്ട് ഇടത്തെ കാലിന്റെ തുടയിൽ അടിക്കുന്നതാണ്. ആ സമയത്ത് സംസാരം ഇങ്ങനെ പ്രവഹിക്കുന്നതായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും റസൂലുള്ളാഹി പറഞ്ഞു, അൽ മഹദി മിൻ ഇത്രതി മിൻ മുൽദി ഫാത്തിമ, എന്റെ പൊന്നമോൾ ഫാത്തിമ ബീവിയുടെ കുടുംബത്തിലാണ് ഇമാം മഹദി ജനിക്കുക. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലായിരിക്കുമെന്നാണ് വേറെ ചില ഹദീസുകൾ പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞു, 40-ാമത്തെ വയസ്സിലായിരിക്കും ആ മഹാൻ ഭൂമിയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് നിങ്ങൾ അധികം പ്രായമുള്ള ആളിൽ ഈ സ്വഭാവം കണ്ടാൽ ഇമാം മഹദിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. പ്രായം കുറഞ്ഞവരിലും നിങ്ങൾ ഈ സ്വഭാവം കണ്ടാൽ നിങ്ങളെയാണ് തെറ്റിദ്ധരിക്കരുത്. 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ആ മഹാൻ കടന്നു വരിക എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത അടയാളം റസൂലുള്ളാഹി പറയാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാണ് ഇന്ന ഫീ ഉമ്മത്തി അൽ മഹദിയ, എന്റെ സമുദായത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. യഖ്റുജു, മഹാനവറുകൾ കടന്നു വരും. യഈഷു, എന്നിട്ട് മഹാനവറുകൾ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം, അതവിടെ മനസ്സിലാക്കേണ്ടത്, മഹാനവറുകൾ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം, ലോകമാ മഹാന് പരിചയപ്പെട്ടതിന് ശേഷം, യഈഷു ഖംസ, 5 കൊല്ലമോ ഔ 7 അല്ലെങ്കിൽ 7 കൊല്ലമോ ഔ 9 അല്ലെങ്കിൽ 9 കൊല്ലമോ ആയിരിക്കും മഹാനവറുകൾ ഭൂമിയിൽ ഭരണം നടത്തുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 7 9 എന്നത് റസൂലുള്ളാഹിന്റെ സംശയമല്ല, ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ സംശയമാണ്. ഖാല, റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയാൻ, പുണ്യനബി ഇത് പറഞ്ഞപ്പോൾ ഖുൽനാ വമാ ദാക, ഹബീബായ നബിയേ അങ്ങ് പറഞ്ഞല്ലോ. ഈ ഹദീസ് റാവി റിപ്പോർട്ട് ചെയ്തപ്പോൾ കേട്ട ആളുകൾ പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു വമാ ദാക, എന്താണ് ഈ 5 7 9 എന്ന് പറഞ്ഞത്? ഖാല സിനീൻ, വർഷങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല ഫയജീഉ ഇലൈഹി റജുലുൻ, ശ്രദ്ധിക്കണം, ഈ ആളുടെ സ്വഭാവം, ഈ ആളെ തിരിച്ചറിയാനുള്ള മറ്റൊരു സ്വഭാവം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്. ഫയജീഉ ഇലൈഹി, റസൂലുള്ളാഹി പറയാൻ, ദാനധർമ്മം വാരിക്കോരി കൊടുക്കുന്ന ആളാകും ഇയാളെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയജീഉ ഇലൈഹി റജുലുൻ, ഒരാൾ ഇമാം മഹ്ദിയുടെ അടുത്തേക്ക് വരും. ഫയഖൂലു യാ മഹ്ദി ആതിനി ആതിനി, മഹ്ദിയെ എനിക്ക് നൽകണം എന്ന് പറയും, എനിക്ക് വല്ലതും തരണേ. ഖാല ഫയജീഉ ലഹു ഫയഹ്തി ലഹു ഫീ തൗബിഹി മസ്തതാ യഹ്മില, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഈ യാചിച്ചു വന്ന ആൾക്ക്, അയാൾക്ക് ചുമന്നു കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം പണം വാരിക്കോരി കൊടുക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങള് അക്ഷരം, ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പറഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്ത ആൾക്കാരെ സ്വഭാവം കൊടുക്കാൻ മടിയില്ലാതിരിക്കുക, ചോദിച്ച അപ്പാടെ കൊടുക്കുക. മാക്സി വാങ്ങാൻ 500 400, ബാലിന് പോയാൽ ബക്കറ്റ് ഇടാൻ 10 റുപ്യ. നല്ല സ്വഭാവമല്ല. 10 ഇല്ലാത്തോല് 10 ഇടണന്നെ വലുതാട്ടോ. ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയില്ല, വാരിക്കോരി കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ അടിമകളുടെ സ്വഭാവമാണ്. അത് മഹ്ദിയിൽ ഉണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളടുത്ത് ഇന്നൊരാൾ വന്ന് വല്ലതും ചോദിച്ചു, നമ്മൾ വല്ല ജനങ്ങൾ കൊടുത്തു കൊടുക്കും. നാളെ വന്ന് ചോദിച്ചു നിൽക്കുക, വേറെ ഒരു നോട്ടത്തിൽ ചിലപ്പോൾ തൊഴി കൊടുക്കും. മറ്റന്നാൾ വന്നാലോ പോടാ നമുക്ക് ഒന്നും നല്ല പണി തൊഴിക്കുക. ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരാളെയും മടക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടയാളങ്ങളെല്ലാം വെച്ചുകൊണ്ട് മക്കയിലുള്ള ആ 7 മഹാന്മാരും തവാഫിനിടയിലൂടെ ഈ സ്വഭാവമുള്ള ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തിരയാൻ കാലമായി. ഒരുപക്ഷേ മക്കയിൽ ഈ അന്വേഷിച്ചുകൊണ്ടുള്ള മഹാന്മാർ എത്തിയിരിക്കാനും ഇടയുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഫയതുലബൂനഹു ബിമക്ക, ഇവർ ആ മഹാനെ മക്കയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഫയഖൂലൂന ലഹു, ഇതേ സ്വഭാവമുള്ള, ഇതേ അടയാളമുള്ള ഒരാളെ അവർ തവാഫുകൾക്കിടയിൽ കാണുകയാണ്. തവാഫിനിടയിൽ ഇതേപോലെ സ്വഭാവമുള്ള ഒരാളെ ഈ 7 മഹാന്മാർ കാണുകയാണ്. ഫയഖൂലൂന ലഹു, ഇവർ ചെന്നുകൊണ്ട് ആളോട് ചോദിക്കും, അൻത ഫുലാൻ ഇബ്നു ഫുലാൻ, നിങ്ങളുടെ പേര് അബ്ദുള്ള എന്നാണോ? നിങ്ങളുടെ പിതാവിന്റെ പേര് മുഹമ്മദ്, നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നാണോ? നിങ്ങളുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണോ? ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ വക ഞാൻ ഒന്നും പറയില്ല, ഹദീസ് മാത്രം.
മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് മഹദി തന്നെയാണത്. പക്ഷേ മഹദി അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കാരണം അധികാരം ആഗ്രഹിക്കുന്ന ആളല്ല. ഇവർ ചോദിക്കുമ്പോൾ മഹദി ഇമാമിന് മനസ്സിലാവും തന്നെ തിരയുകയാണ്. അപ്പൊ പറയും, ഇല്ലാ ബൽ അന റജുലുൻ മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാണ്. പേരോ പിതാവിന്റെ പേരോ പറയില്ല. ഞാനൊരു അൻസാരിയാണ്, മദീനക്കാരനാണെന്ന് പറഞ്ഞു രക്ഷപ്പെടും. അപ്പൊ ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹു ബ്രിട്ടനിലല്ല ഇമാം മഹദി ജനിക്കുക, കാശ്മീരിലല്ല, പിന്നെയോ ബംഗാളിലല്ല, പിന്നെയോ പഞ്ചാബിലല്ല, പിന്നെയോ പാകിസ്ഥാനിലല്ല, അഫ്ഗാനിസ്ഥാനിലല്ല. ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹു മദീനക്കാരനായിരിക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്ക് ചുരുണ്ടുകൂടുന്നതാണ്, സർപ്പം അതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്ന പോലെയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ആ ഈമാനിന്റെ നാട്ടിൽ നിന്നാണ് ലോകത്ത് അവസാനമായി ഈമാനിന്റെ പ്രഭ പരത്താനായി കടന്നു വരുന്ന ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഈ മഹാന്മാർ ഈ കണ്ട ആളോട് ചോദിക്കും, നിങ്ങളാണോ ആൾ? അപ്പൊ പറഞ്ഞു, ഞാനൊരു കേവലം അൻസാരിയാണ്. ഹത്താ യഫ്ലത മിൻഹും, അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഫയസിഫൂനഹു ലിഅഹ്ലിൽ ഖുബ്റ വൽ മഅരിഫ ബിഹി. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർ ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളുടെ അടുത്ത് ചെന്ന് അവരുടെ ഈ കണ്ട ആളുടെ അടയാളം പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടോ, അയാളോട് നിങ്ങൾ ഇമാം മഹദിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മദീനക്കാരനാണെന്ന് പറഞ്ഞു രക്ഷപ്പെടുകയാണ് അയാൾ ചെയ്തത്. അയാളിൽ ഞങ്ങൾ കണ്ട സ്വഭാവങ്ങൾ ഇങ്ങനെയാണ് എന്നിവർ മഹാനായ മഹദി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പരിചയമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഫയുഖാൽ അല്ലദീ തത്ലുബൂനഹു ഹുവ സാഹിബുകും വഖദ് ലഹഖ ബിൽ മദീന, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അവർ തന്നെയാണ്, പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫയത്ലബൂനഹു ബിൽ മദീന, ഈ 7 മഹാന്മാരും മദീനയിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അവർ ഇമാം മഹദിയെ മദീനയിൽ അന്വേഷിക്കുന്നതാണ്. മദീനയിൽ എന്നെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഫയുഖാലിഫുൻ ഇലാ മക്ക, അവർക്ക് പിടുത്തം കൊടുക്കാതെ മക്കയിലേക്ക് ഇമാം മഹദി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഫയത്ലബൂനഹു ബിമക്ക, അന്വേഷിക്കുന്ന ആളുകൾ ഉടനെ മദീനയിൽ നിന്ന് മക്കയിൽ വരുന്നതാണ്. മക്കയിൽ വീണ്ടും അവർ അന്വേഷണം നടത്തുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവർ തവാഫ് ചെയ്യുന്നതിന്റെ ഇടക്ക് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളെ കാണുകയാണ്. ഫയഖൂലൂനോട് അവർ ചോദിക്കുന്നു, അന്ത ഫുലാൻ ഇബ്നു ഫുലാൻ വ ഉമ്മുക ഫുലാന, നിങ്ങളുടെ പേര് ഇന്നതാണോ? നിങ്ങളുടെ വാപ്പയുടെ പേര് ഇന്നതാണോ? നിങ്ങളുടെ ഉമ്മയുടെ പേര് ഇന്നതാണോ? നിങ്ങളുടെ ഉമ്മായുടെ ഉമ്മ, നിങ്ങളുടെ ഉമ്മായുടെ പിതാവിന്റെ പേരിന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്തതാ വഖദ് അഫ്ലത മിന്നാ മർറ, നിങ്ങൾ അന്വേഷിച്ചായിരുന്നു ഇവിടെ വന്നത്. വഫീക ആയത്തു കദാ വകദാ, ഇന്ന അടയാളങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്ന് മക്കയിൽ വെച്ച് കാണുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്. വഖദ് അഫ്ലത മിന്നാ മർറ, ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ അന്വേഷിച്ചു വന്നു, നിങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. എന്നാൽ അങ്ങ് തന്നെയാണ് ഇമാം മഹദി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫമുദ്ദയദൈക, അങ്ങയുടെ കയ്യൊന്ന് നീട്ടണേ. നുബായുക, ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. ഫയഖൂൽ, ആ
സമയത്ത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പറയും, ലസ്തു ബിസാഹിബികും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ പണിക്ക് പറ്റുന്ന ആളല്ല ഞാൻ. ഇന്നാന ഫുലാൻ ഇബ്നു ഫുലാൻ അൽ അൻസാരി, ഞാൻ അൻസാരിയായ ആളാണെന്ന് പറഞ്ഞ് വീണ്ടും രക്ഷപ്പെടുകയാണ്. ഹത്താ യഫ്ലുത മിൻഹും, വീണ്ടും മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെടുന്നു. ഫയത്ലുബൂനഹു ബിൽ മദീന, മദീനയിൽ പോയി ഈ മഹാന്മാർ വീണ്ടും അന്വേഷിക്കുകയാണ്. ഫയുഖാലിഫും ഇലാ മക്ക, മദീനത്തെ അവർ അന്വേഷിക്കുന്നുവെന്നറിയുമ്പോൾ വീണ്ടും മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ്. ഫയുസീബൂനഹു ബിമക്ക, ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാനം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഈ മഹാന്മാർ കണ്ടെത്തുന്നതും പരിചയപ്പെടുന്നതും അവർ ബൈഅത്ത് ചെയ്യുന്നതും ബിമക്ക, മക്കയിൽ വെച്ചാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ രക്ഷപ്പെടുന്നത്? അധികാര കൊതിയില്ല, അധികാരത്തെ പേടിച്ചു രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ഇതാ മക്കയിൽ വെച്ചവർ പരിചയപ്പെടുന്നു. റുക്കുൽ യമാനിയുടെ അടുത്ത് വെച്ചുകൊണ്ട് ഫയഖൂലൂ, ഈ മഹാന്മാരിൽ നിന്ന് വീണ്ടും ഇമാം മഹ്ദി തെന്നി മാറാൻ ശ്രമിക്കുമ്പോൾ ഈ മഹാന്മാർ ഇമാം മഹ്ദിയോട് പറയും, ഇസ്മുനാ അലൈക്, ഞങ്ങൾ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കേണ്ടതാണ്. അങ്ങയുടെ പിന്നിൽ നിന്ന് അങ്ങേക്ക് ശക്തി പകരാൻ ഞങ്ങളുണ്ടാകുമെന്ന് പറയും. ഞങ്ങളുടെ ഉത്തരവാദിത്തം അങ്ങയിലാണ്. ഇല്ലം തമുദ്ദ യദൈക നുബായുക, ഇല്ലം നബുദ്ദ യദൈക, അങ്ങയുടെ കൈ ഞങ്ങളിലേക്ക് നീട്ടിത്തന്നില്ല എങ്കിൽ ബൈഅത്ത് ചെയ്യാൻ നീട്ടിത്തന്നില്ല എങ്കിൽ മുസ്ലിം ലോകം ഒന്നടങ്കം നശിക്കാൻ പോവുകയാണ്. അങ്ങയുടെ വലിയപ്പയായ ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ശത്രുക്കൾ ഇതാ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുകയാ. ഉമ്മത്ത് മുഴുവൻ നശിച്ചു പോകുന്നതാ. അതുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് കാണിക്കൂ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഗത്യന്തരമില്ലാതെ മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു യജീസു ബൈനർ റുക്നി വൽ മഖാം, റുക്നുൽ യമാനിയുടെയും അതേപോലെ മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ഇരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയമുദ് യദൈഹി, മഹാനവറുകൾ തങ്ങളുടെ കയ്യതാ നീട്ടിക്കൊടുക്കുകയാണ്. ഫയുബായിഉഹു, പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ച് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ ബൈഅത്ത് ചെയ്യുകയാണ്. വയുൽഖില്ലാഹു മഹബ്ബത ഫീ സുദൂരിന്നാസ്, ആ ബൈഅത്ത് അങ്ങ് കഴിയുമ്പോഴേ ജനങ്ങളുടെ കൽബിലൊക്കെ ഇമാം മഹ്ദിയോടുള്ളൊരു സ്നേഹവും ആദരവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. ഫയസീറു മഅ ഖൗമിൻ ഉസദും ബിന്നഹാർ, അതോടുകൂടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുകയായി. ആ ബൈഅത്ത് അങ്ങ് കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് എഴുന്നേറ്റ് നിന്ന് ദീർഘമായൊരു പ്രഭാഷണം നടത്തുമെന്ന് നബിയുനാ ത്വാഹാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയാം. ആ പ്രഭാഷണം ആളുകൾ കേൾക്കുമ്പോൾ കേട്ടവരെല്ലാം ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുകയാണ്. അന്ന് മഹാനവറുകളെ ബൈഅത്ത് ചെയ്യുന്ന ആ സദസ്സിലുള്ളത് 313 ആളുകളാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് മക്കാനിവാസികൾ അടക്കമുള്ള വിശുദ്ധ മക്കാനിവാസികൾ അടക്കമുള്ള വിശുദ്ധമായ ഹറമിലെ സദസ്സിൽ വെച്ചാണ് മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്ത് നടക്കുക. ആ സമയത്ത് ചുറ്റുമുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാകും, അന്നജാ അന്നജാ അന്നജാ. മുസ്ലിങ്ങൾ
തങ്ങൾക്കിതാ വിജയം വന്നിരിക്കുന്നു, വിജയം വരാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ടാകും. ഈ ബൈഅത്ത് ചെയ്യുന്നവരെല്ലാം ഒരേ വേഷത്തിലുള്ള ആളുകളാകും, ഒരേ ഭാവത്തിലുള്ള ആളുകളാകും. ആ ബൈഅത്തങ്ങ് കഴിയുമ്പോഴേ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രഭാഷണം നടത്തുന്നതാണ്. ആ പ്രഭാഷണത്തിൽ പ്രധാനമായും 40 കാര്യമായിരിക്കും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചുരുക്കി പറയാം, വിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ച് ഗംഭീരമായ പ്രഭാഷണം നടത്തുന്നതാണ്. ആ പ്രഭാഷണത്തിൽ പ്രധാനമായി 40 കാര്യമാണ് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുക. എന്തിന്? വിജയത്തിന്റെ അടിസ്ഥാനമായി ഒന്നാമതായി പറയുക, നിങ്ങൾ ഇസ്റാഫ് വത്തബ്ദീറു, അമിതവ്യയം നിങ്ങൾ ഒഴിവാക്കണമെന്നാകും. ലോകം മുഴുവൻ, മുസ്ലിങ്ങൾ മുഴുവൻ അമിതവ്യയത്തിന്റെ ആളുകളായി മാറിയിട്ടുണ്ടാകും. അപ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. അമിതവ്യയം നിങ്ങൾ നിർത്തൽ ചെയ്യണം. 2, വ്യഭിചാരം നിങ്ങൾ വെടിയണേ. വ്യഭിചാരം നിലനിൽക്കുന്ന ഒരു ഉമ്മത്തിന് വിജയിക്കാൻ കഴിയില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല. നാലാമതായി ലാ തഹ്ഖിറുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. പിന്നെയോ അഞ്ചാമതായി നിങ്ങൾ മുസ്ലിങ്ങളെ തടവിൽ പാർപ്പിക്കാൻ പാടില്ല. ആറാമതായി ലാ തുദ്ഖുലൂ ബുയൂതൻ ബിഗൈരി ഇദ്നി അഹ്ലിഹാ, ഒരു വീട്ടിലേക്കും ആ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ നിങ്ങൾ കടക്കാൻ പാടില്ല. ഏഴാമതായി ഒരാളെയും നിങ്ങൾ കാരണം കൂടാതെ അടിക്കാൻ പാടില്ല. എട്ടാമതായി, ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്, എട്ടാമതായി അഹന്ത വരുന്ന, കിബർ വരുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്യുന്നതാണ്. ഒൻപതാമതായി സ്വർണത്തിന്റെ ഉപയോഗം കുറക്കാൻ ആവശ്യപ്പെടുന്നതാണ്. അതേപോലെ പട്ടിന്റെ ഉപയോഗം കുറക്കാനും ആവശ്യപ്പെടുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? പണ്ടൊക്കെ ഒരു പെണ്ണിടൽ 5 പവനാണ് അല്ലേ? നിങ്ങൾ പഠിത്ത കല്യാണം കഴിച്ച അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു പെണ്ണിടൽ 10 പവന. അപ്പൊ ഒരു പെണ്ണിടണം അപ്പൊ 400 പവൻ ഇട്ടിട്ടോളെ കഴുത്ത്. എന്താ 400 പവൻ ഒരു പെണ്ണ് ധരിച്ചുള്ള കഥ എന്താ? സ്വർണ്ണാഭരണങ്ങളുടെ ഉപയോഗം കുറക്കണേ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഹ്വാനമാണ്. പട്ടുവസ്ത്രം ഉപയോഗിക്കുന്നതും നിങ്ങൾ വർജിക്കണേ. 11ാമത്തത്, ആഡംബരത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിക്കരുതേ. ഇമാം മഹ്ദി റളിയല്ലാഹു എന്താ ഇതൊക്കെ ഭൂമി നടക്കുന്നുണ്ടാവും. ഉണ്ടോന്ന് ആലോചിച്ചു? ഉണ്ടോ? മംഗല വീട്ടിൽ മംഗലം കഴിക്കപ്പെടുന്ന ആ ദിവസം മാത്രം കുട്ടിക്ക് ധരിക്കാനുള്ള വസ്ത്രത്തിന്റെ വില 1,25,000. ഈ 1,25,000 വസ്ത്രം ധരിച്ചിട്ട് ഔറത്ത് മറിന്റെ തിരക്കടില്ല, ആവില്ല. ഇവിടെ നാട് നോക്കിയാൽ 2 വരെ കാണാം. പിന്നെ എന്തിനാ തിരക്കണേ? മനസ്സിലായിട്ടില്ല. 1,25,000 നിങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ വർജിക്കണമെന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്യുന്നതാണ്. പിന്നെയോ അഹന്ത വരുന്ന രീതിയിലുള്ള ചെരുപ്പ് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഈ അഹങ്കാരം വരുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാലേ അത് ഇട്ടാൽ ഓക്കന്നെ തോന്നും ഞാനും ഒരു ഓളന്നെയാണ്. തിരിഞ്ഞില്ല. അതിട്ടാൽ അവൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്നുള്ളത് ഒരു 5 ദിവസം പറയണം നമ്മൾ, എന്നാലേ ഏതെങ്കിലും വക്കിലും മൂലയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ച് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണമാണ്. കിബർ വരുന്ന, അഹന്ത വരുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ നിങ്ങൾ ധരിക്കരുത്. എന്തേ? ആ ചെരുപ്പിട്ടാല് ഓക്ക് തോന്നും ഞാനൊരോളന്നെ അല്ലേ? ക്ലം ക്ലം. ഇവളിങ്ങനെ നടക്കുന്ന സമയത്ത് ചെരുപ്പിങ്ങനെ വരുതിയിട്ടാ നടക്കണം. ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നടക്കുമ്പോ ഒച്ച ഉണ്ടാക്കരുതെന്ന് പെണ്ണിനോട്. അള്ളാന്റെ കൽപ്പന. നടക്കുമ്പോൾ കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കരുത്.
ഹലോ എന്നാ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെരുപ്പ് അതന്നെയാണ്. അയിമ്പലൊന്ന് കയറി എന്നാ തോന്നും ഞാൻ അത്യാവശ്യം ധരിക്കണില്ല. ആ ജാതി ചെരുപ്പ് ധരിക്കരുത്. എന്നാ ചെരുപ്പിന്റെ ഉപയോഗം കൂടുതലല്ലേ? അപ്പൊ പറയാനുള്ള ഇമാം മഹദി കടന്നു വരാനായി എന്നല്ലേ അതിന്റെ സൂചന? മഹാനായ ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹു പള്ളികൾ നിങ്ങൾ പൊളിച്ചു കളയാൻ പാടില്ല. പള്ളികൾ പൊളിക്കരുത്. ഗൾഫ് രാജ്യത്തൊക്കെ ഇന്ന് ഈ കൊല്ലം കണ്ട പള്ളി അടുത്ത കൊല്ലം പോകുമ്പോ ആ പള്ളിന്റെ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. പള്ളിന്റെ കാര്യത്തിൽ കുറച്ച് ബഹുമാനവും ഇഹ്തിറാമുള്ള നമ്മുടെ നാട്ടിലാണ്. ചില ആൾക്കാർ ചോദിച്ചില്ലേ ബാബരി മസ്ജിദ് പൊളിച്ചു നിങ്ങൾ എത്ര ഒച്ചപ്പള്ളി ഉണ്ടാക്കണേ? അറേബ്യൻ നാട്ടിലൊക്കെ എത്ര പള്ളി പൊളിച്ചുകൊണ്ട് ഓല് ചോദിച്ചാൽ അറേബ്യൻ നാട്ടിലൊക്കെ എത്ര പള്ളി പൊളിച്ചു പോകുന്നുണ്ട്? നിങ്ങൾ ആലോചിക്കണേ, ആ സ്വഭാവം അറബികളിൽ കയറി കൂടിയിട്ടുണ്ടാകുമെന്ന് അല്ലേ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്? പള്ളികൾ നിങ്ങൾ പൊളിച്ചു കളയാൻ പാടില്ല. അതേപോലെ വഴികൾ നിങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല. യതീമുകളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. യതീമുകളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന് വരെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്യുന്നതാണ്. യാത്രക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതേപോലെ നിങ്ങൾ വഞ്ചന നടത്താൻ പാടില്ല. ലാ തഅകുലൂ അംവാലൽ യതാമ, യതീമുകളുടെ സ്വത്ത് നിങ്ങൾ അപഹരിച്ചു കഴിക്കാൻ പാടില്ല. അതേപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ചെയ്തിരുന്ന സ്വവർഗരതി നിങ്ങൾ ചെയ്യാൻ പാടില്ല. സ്വവർഗരതി ചെയ്യാൻ മക്കത്ത് നീ ആഹ്വാനം ചെയ്യാൻ കാരണം എന്താ? ആ സ്വഭാവം ജനങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, കാലം അടുത്തു വന്നില്ലേ? അതേപോലെ കള്ള് നിങ്ങൾ വർജിക്കണേ. കള്ള് കുടിക്കുന്ന ഒരു ജനതക്ക് വിശുദ്ധ ഇസ്ലാമിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഓൻ വലിയ ദീനിന്റെ ആളാ, നാ മുറു കൂടിയനോ. ഇസ്ലാമിനോട് എന്തൊരു മഹബത്താ. എടോ, നിനക്കൊരു ചുക്കും ദീനിന് ചെയ്യാൻ കഴിയില്ല. സമുദായമേ നിങ്ങൾ കള്ള് കുടിക്കരുത്. അതിനകത്ത് ആ കാലത്ത് കള്ളുകുടി വർദ്ധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതൊക്കെ വർദ്ധിച്ചിട്ടില്ലേ? ആലോചിക്കണേ, ഈ പറഞ്ഞതൊക്കെ വർദ്ധിച്ചിട്ടില്ലേ? പിന്നെയോ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്. അതേപോലെ വാഗ്ദത്തം നിങ്ങൾ ലംഘിക്കരുത്. മഹാനായ നബി മഹാനായ ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹു ലാ തുഫ്സിദു ഭക്ഷണം നിങ്ങൾ പാഴാക്കി കളയരുകയും നാശമാക്കി കളയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന കാലാവും അത്. അറബികൾ അങ്ങനെ ചെയ്യണോലപ്പോ അല്ലേ? ഗൾഫ് പോയവർക്കറിയാം, വലിയ മന്തിന്റെ വലിയ വട്ടപാത്രം കൊടുന്നേക്കും, 10 ആളിരിക്കും. ആ ഒരുത്തൻ ആടിന്റെ കാലിന്റെ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം ചോറൊരൽപ്പം. 50 ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം 10 ആളുകൾ ഇരുന്നു 40 ആളുകളുടെ ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റാക്കുന്ന അറബികളുടെ കാലഘട്ടത്തില് ഇമാമുൽ മഹദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനമുണ്ടാവുക. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറബികൾ അധിക ഭക്ഷണം വേസ്റ്റാക്കല. അത് കണ്ടിട്ട് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ട പണി. എന്താ? നമ്മളെ വീട്ടിൽ മംഗലത്തിന് വലിയ സംവിധാനം ഉണ്ടാകും. വലിയ സംവിധാനം, ഒരൊറ്റ ടേബിളിന്റെ മേലെ എന്ത്? അയക്കൂറ ബിരിയാണി, കോഴി ബിരിയാണി, ആട് ഒറ്റ ടേബിളിന്റെ മുകളിലാണോ? ആട് ബിരിയാണി, അയക്കോറ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, പിന്നെ കാട ബിരിയാണി, പിന്നെ പിന്നെന്താ? പോത്ത് ബിരിയാണി, ബീഫ് ബിരിയാണി. ആനയെ അള്ളാഹു ഹലാലാക്കാത്തോണ്ട് സാധു ആന കഴിച്ചിലായി. ഇല്ലെങ്കിൽ ആനയുണ്ടാവും അങ്ങനെ തന്നെ നമ്മളെ മേശപ്പുറത്ത്. എല്ലാം. പിന്നെ അതിന്റെ പുറമെ പിന്നെ പണ്ടൊരു പാട്ടുണ്ട്, അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. പണ്ടൊരു മലപ്പുറക്കാരൻ ദേഷ്യം പിടിച്ചിട്ട് ഭാര്യനോട് ഭാര്യനെ അന്നെ 3 ചൊല്ലിന്ന് പറഞ്ഞു മൂപ്പര് കോഴിക്കോട്ട് വന്ന് വണ്ടി കയറി. പോക്കറ്റിൽ നോക്കുന്ന സമയത്ത് തലശ്ശേരി ഇറങ്ങാനുള്ള പൈസയുള്ളൂ. മൂപ്പര് തലശ്ശേരി ഇറങ്ങി. 3-4 ദിവസം പള്ളിയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടിയപ്പോ നാട്ടുകാർക്ക് മനസ്സിലായി ഇയാളൊരു വലിയ മുത്തക്കിയ മനുഷ്യനാ. മുത്തക്കിയല്ല, അവന് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയതാ പള്ളിയിൽ. അങ്ങനെയല്ലോ.
ഭാര്യമാരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പിന്നെ എവിടെ ഉണ്ടാകുക? ഉണ്ടില്ല. പള്ളിയിൽ ദൂരം മുത്തറിയ തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും പള്ളിയിലാണ്. ഓനെ നല്ല ആരോഗ്യമുള്ള സമയത്തൊന്നും ഓനെ കണ്ടിട്ടില്ല. ഭാര്യ പുറത്താക്കിയപ്പോ നേരത്തെ വീട്ടിൽ പോണ ആളാണെങ്കിൽ തന്നെ നേരത്തെ ജനിച്ചു വരും. എന്നിട്ടും പിന്നെ തഹജ്ജുദ്. ഖുർആന് 3 ജുസ് ഊത, ചില ദിവസം 5 ജുസ്. ഖുർആനോടുള്ള മഹബത്തല്ല, പിന്നെ ഇതിങ്ങനെ ഊതുന്ന സമയത്ത് മറ്റേ ടെൻഷനായിട്ട് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഊതുന്നതാ. ഇയാള് പള്ളിയിൽ 4-5 ദിവസമൊക്കെ നിന്നപ്പോ ആ നാട്ടുകാർക്ക് ഒന്ന് വലിയ മുത്തൊക്കെയാണ്. ഉടനെ ഈ കണ്ണൂരൊക്കെ ചെന്നാൽ ചോദിക്കും കല്യാണം കഴിക്കുന്നുണ്ടോ? 3-4 ദിവസം നാട്ടിലൊരാളെ കണ്ടാ പിന്നെ ചോദിക്കാം എന്താ ഒന്ന് കഴിച്ചൂടേന്ന്. ഇത് കേട്ടിട്ട് നിങ്ങളെ ഭർത്താക്കന്മാരാര് കണ്ണൂർക്ക് വിടാതെ കണ്ടേ ഒന്ന് കഴിച്ചൂടേന്ന്. ഇവനെ ആയിക്കോട്ടെ കഴിക്കാന്ന് കുറവ് ആരോട് ദേശം പിടിച്ചു വന്നല്ലേ. ഇവന് കല്യാണം കഴിഞ്ഞ് നിക്കാഹൊക്കെ ചെയ്യുന്ന ആ വീട്ടിൽ കണ്ട് ചെന്ന സമയത്ത് ഇവന് വീട്ടിന്റെ മേലെ എടുത്തു വെച്ച പലഹാരമൊക്കെ കൂടി കണ്ടപ്പോ